സമയം രാവിലെ 10:40 ഇടാം. നമ്മളൊരു എൻട്രി കൺസിഡർ ചെയ്തിട്ടുണ്ട്. 27,750 പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്തിട്ടുള്ളത്. നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതുവരെ എൻട്രി എക്സിക്യൂട്ട് ആയിട്ടില്ല. നമ്മൾ ഇട്ട ഏരിയയിലേക്ക്, അതായത് 140 റേഞ്ചിലേക്ക് പ്രൈസ് എത്തും എന്നുള്ള വ്യൂവിലാണ് നമ്മൾ എൻട്രി ഇട്ട് വെച്ചിട്ടുള്ളത്. എൻട്രി എടുക്കാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഒരു നിഫ്റ്റിലാച്ചെങ്കിൽ ഒരു 30 പോയിന്റ്സിന്റെ അടുത്തും ബാങ്ക് നിഫ്റ്റി ഒരു 70 പോയിന്റ്സിന്റെ അടുത്തൊക്കെയും ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ചെയ്തിട്ട് ഒന്ന് താഴേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഒക്കെയും കവർ ചെയ്തിട്ടാണ് അപ്സൈഡ് പോയത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിൽ നമുക്ക് VCPR വരുന്നുണ്ട്. നമ്മുടെ റെസിസ്റ്റൻസും കൂടിയിട്ട് ഒരു ഏരിയയിലാണ് വരുന്നത്. പക്ഷെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം ഒരു നല്ലൊരു ഹൈ റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒന്ന് മാർക്കറ്റ് താഴേക്ക് വന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്തത്. കാരണം ഇന്നുണ്ടാക്കിയ ഫസ്റ്റ് ഓൾ ടൈം ഹൈ, ഇന്നത്തെ ഓൾ ടൈം ഹൈ ഡേ ഹൈയുടെ മുകളിലേക്ക് രണ്ടാമത്തെ സ്വിങ് ഹൈ പോയിട്ടില്ല. അപ്പോ അവിടുന്ന് വരുമ്പോ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ താഴേക്ക് വീണ്ടും വീണ്ടും മാർക്കറ്റ് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പൊ അത് കാരണമാണ് നമ്മൾ എൻട്രി എടുത്തത്. ഫസ്റ്റത്തെ ഹൈ എന്ന് പറയുമ്പോൾ ഏകദേശം ടൈം നമുക്ക് വരുന്നത് 9:54 ക്യാൻഡിൽ 57 ക്യാൻഡിലാണ് ഫസ്റ്റ്. അതിനുശേഷം വന്നത് ഏകദേശം ഇപ്പൊ നമ്മൾ എൻട്രി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ 10:21 23ന്റെ ഒരു ഏരിയയിൽ. അതിനുശേഷമാണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്തത്. SL നമ്മൾ എപ്പോഴും ഇട്ട് വെക്കുന്ന പോലെ തന്നെ 130 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് 2 ലോട്ട്. SL നമ്മൾ എപ്പോഴും ഇട്ട് വെക്കുന്ന പോലെ തന്നെ 50 പോയിന്റ്സിന്റെ അടുത്ത്. ലോസ് വെച്ചിങ് 2000 രൂപയും പ്രോഫിറ്റ് വെച്ചിങ് 1:4ന്റെ 3ന്റെ അടുത്താണ് നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കണത്. നമ്മുടെ എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ചെറിയൊരു ലാഗ് എടുത്തിട്ടാണ് എൻട്രി എക്സിക്യൂട്ട് ആയത്. കാരണം എൻട്രി എക്സിക്യൂട്ട് ആയതിന് ശേഷം നമുക്ക് ഒരു ടൈം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളത്, നമ്മൾ ബൈ ചെയ്തിട്ടുള്ളത് 140.75ലാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ. എൻട്രി എടുത്തതിന്റെ ശേഷം ചെറിയൊരു പ്രോഫിറ്റിലേക്കാണ് പോണത്. ഇങ്ങനത്തെ സാധാരണ സമയങ്ങളിൽ ഒരു ഹയർ ഇനിയിപ്പോ ഒരു എന്റെ SL ഇറ്റാവാനുള്ള ചാൻസ് എവിടെ കൂടുതൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ വ്യൂ തെറ്റിയിട്ട് ഒന്നല്ലെങ്കിൽ VCPRന്റെ ഉള്ളിലേക്കും അതേപോലെ തന്നെ എന്റെ റെസിസ്റ്റൻസ് സോണിന്റെ ഉള്ളിലേക്കും കയറണം. ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്റെ SL ചെയ്യാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ്. കാരണം അവിടെ ഒരു നല്ലൊരു മൂവ് പ്രതീക്ഷിക്കാം. കാരണം ഞാൻ ഇപ്പൊ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത സൈഡിൽ കോൾ ഓപ്ഷന്റെ ഏരിയയിലേക്ക് നല്ലൊരു മൂവ് എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നല്ലൊരു സ്പൈക്ക് കിട്ടിയ എന്റെ ക്യാൻഡിൽ ചിലപ്പോൾ എന്റെ SL എന്തായാലും ഒരു ഒറ്റ ക്യാൻഡിലുണ്ടോ 2 ക്യാൻഡിലുണ്ടൊക്കെ എന്തായാലും ഹിറ്റ് ആവും. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഇപ്പോ പ്രോഫിറ്റിലല്ല ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒറ്റ ക്യാൻഡിൽ തന്നെ നല്ല മൂവ് തരുന്ന രീതിയിലുള്ള ലോസ് ഒന്നല്ല കേട്ടോ. നോർമൽ ആയിട്ടുള്ള ചെറിയൊരു ലോസിലാണ് പോണത്. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം കുറച്ച് നേരമായിട്ടുണ്ട്. ഇപ്പോ 10:86 ആയിട്ടുണ്ട് സമയം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേ ഹൈയുടെ അടുത്തേക്ക്, അതായത് നമ്മൾ ഇന്ന് പറഞ്ഞ ഡേ ഹൈയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ DK കാരണം പ്രീമിയത്തിന്റെ ചാർട്ടിൽ കാണാം ആദ്യം ഉണ്ടാക്കിയ ഡേ ലോ, അതായത് പുട്ട് ഓപ്ഷനിൽ വരുന്ന ലോയേക്കാളും താഴേക്ക് പോയി ഇപ്പൊ നിൽക്കണ ഏരിയ. അപ്പൊ ആ സമയത്ത് DK വരണാണ് മെയിൻ ആയിട്ട്.
പക്ഷേ സ്പോർട്സ് ചാർട്ടിൽ നോക്കുമ്പോൾ വലിയൊരു മൂവ്മെന്റ് ഒന്നും കാണിക്കണില്ല ക്യാൻഡിൽ സ്റ്റിക്കിൽ. അപ്പൊ അതാണ് എസ് എൽ ഇട്ടാനുള്ള മെയിൻ റീസൺ പറഞ്ഞത്. പക്ഷെ അതിനുശേഷം നമ്മുടെ എസ് എൽ ഇട്ടതിന്റെ തൊട്ടടുത്ത് പോയപ്പോ ഞാൻ ആ ഒരു പോയിന്റിനെ, അതായത് അതിന് ശേഷം നമ്മുടെ തൊട്ടടുത്ത് പോയ അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു റിവേഴ്സൽ പ്ലസ് റിജക്ഷൻ ക്യാൻഡിൽ വന്നപ്പോഴാണ് ഞാൻ ആ ഒരു എസ് എല്ലിന് ഒന്നും കൂടി ഒരു പോയിന്റ്, ഒറ്റ പോയിന്റ് മാത്രം കയറ്റി വെച്ചത്. കാരണം ഇനി ഒരു അറിയാണ്ട് അങ്ങാനും അടിച്ചു പോകണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഒന്ന് രണ്ട് വട്ടം അതേപോലെ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഈ ക്യാൻഡിലും കൂടി നല്ല രീതിയിലൊരു റിജക്ഷൻ തരാണ്ട് അപ്സൈഡ് തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ എസ് എൽ എന്തായാലും ഹിറ്റ് ആവും. ഇപ്പൊ റിജക്ഷൻ ക്യാൻഡിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. പ്രീമിയത്തിന്റെ ചാർട്ടിൽ ഒക്കെ വെച്ചിങ്ങനെ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് വെയിറ്റ് ചെയ്യാം, അപ് സൈഡ് ആണോ അതോ ഡൗൺ സൈഡ് ആണോ പോവാന്നുള്ളത്. നമ്മള് ഏരിയയിൽ നല്ലൊരു ഇനിയിപ്പോ വരിക ഓവറോൾ നമ്മുടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പാണ് നിങ്ങൾ കാണുന്നത്, ആ പച്ച ഇതിൽ ഇട്ടിട്ടുള്ളത്, മാർക്ക് ചെയ്തിട്ടുള്ളത് ഏരിയ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് താഴേക്ക് വീഴുക വെച്ചെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു മൂവ്മെന്റ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി റിസൾട്ട് എന്താന്നുള്ളത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലൊരു മൂവ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ ആദ്യം നമ്മൾ 2000 രൂപ ലോസ് ഉണ്ടായിരുന്നത്, അതായത് എസ് എൽ ഇട്ടുണ്ടായിരുന്ന ഒന്നും കൂടിയും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോസ്റ്റിൽ ഒരു 600 രൂപ എസ് എല്ലിലേക്ക് വെച്ചു. ഇപ്പൊ നമ്മൾ വീണ്ടും പ്രോഫിറ്റിൽ കയറ്റി വെച്ചു. കാരണം ഇനി ഒരു അപ് സൈഡിലേക്ക് തിരിച്ച് കയറുകയാണെന്ന് വെച്ചെങ്കിൽ, ക്യാൻഡിൽസ് വന്നിട്ട് കയറുക വെച്ചെങ്കിൽ അവിടെ പ്രീമിയത്തിന്റെ നല്ലൊരു റിവേഴ്സൽ ഡിക്ക് വരും. അപ്പോ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഉണ്ടാക്കിയ ക്യാൻഡിൽസിന്റെ ആ ഒരു പ്രോഫിറ്റ് പെട്ടെന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോസിലേക്ക് വെറുതെ കൊണ്ടുപോയി എത്തിക്കണ്ട. കാരണം ഇത്രയും നമുക്ക് പ്രോഫിറ്റ് തന്നിട്ട് 1:2ന്റെ എബോവ് നമുക്ക് ഇപ്പൊ പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോ അതൊരു ലോസ് ആവണ്ടെന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ ഒന്നുകൂടി കയറ്റി വെക്കാണ്. ഇനിയിപ്പോ 1:1.5ന്റെ അടുത്തൊക്കെ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ. കാരണം ഇപ്പൊ അവിടെ ഇപ്പൊ ഞാൻ കയറ്റി വെച്ചിട്ടുള്ള ഒരു ഏരിയ, രണ്ട് മൂന്ന് ക്യാൻഡിൽസ് വന്നിട്ട് നിക്കണ ആ ഒരു ഏരിയ, അതൊരു സപ്പോർട്ടാണ്. പ്രീമിയത്തിന്റെ ക്യാൻഡിലാണ് പറയുന്നത് കേട്ടാ. അതൊരു സപ്പോർട്ടാണ്. അതും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാനാ ചാൻസ് ഉള്ളൂ പോയിച്ചെങ്കിൽ. അപ്പൊ അത് പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പൊ 1:4ലാണ് കിടക്കുന്നത്. പക്ഷെ ഒരു ഇന്നത്തെ 200 EMI ഒക്കെയും അല്ലെങ്കിൽ നമ്മുടെ സോണിന്റെ ആ ഒരു ഉള്ളിലേക്ക് എത്തുന്നുള്ള ഒരു വ്യൂ ഉണ്ട്. അപ്പൊ 1:4 എബോവ് കിട്ടുക വെച്ചാൽ നമുക്ക് അതൊന്ന് കിട്ടാൻ നോക്കണം. പക്ഷെ അതിന്റെ മുന്നേ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ പ്രോഫിറ്റിനെ പരമാവധി, ഞാൻ ആദ്യമൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ പറ്റണ ദിവസം പ്രോഫിറ്റിനെ പരമാവധി നമുക്ക് പിടിച്ച് പിടിച്ച് പോകാനുള്ള ഒരു ഇത് നോക്കാം. ഒരിക്കലും ഭയങ്കര ലോസിലേക്ക് ഒരിക്കലും പോകരുത് എന്നുള്ള രീതിയിൽ.
അതിനുശേഷം നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസിനെ വീണ്ടും എടുത്തിട്ട് 1:2 അബവ് വെച്ചിട്ട് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ലോസ് ആണെങ്കിലും കൂടിയിട്ട് വന്ന് SL അടിച്ചാലും കൂടിയിട്ട് ഈ ഒരു ഏരിയയിൽ ഇരിക്കും. നമുക്ക് എന്തായാലും നല്ലൊരു പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും. പക്ഷെ ഇനി വരുമ്പോൾ 200 EMIയിലേക്ക് എത്തുന്നാണ് എൻ്റെ വ്യൂ വരുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. കാരണം പലപ്പോഴും നമ്മൾ ചാടി കയറിയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷം നല്ലൊരു മൂവ് തന്നിരുന്നു. അത് പ്രോപ്പറായിട്ട് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയിച്ചെങ്കിൽ നമുക്ക് എന്തായാലും നല്ല പ്രോഫിറ്റിൽ ഇറങ്ങാം. ഒന്നും കൂടി നല്ലതെന്നല്ല, നമ്മൾ പ്രോഫിറ്റിൽ 1:4 ഇറങ്ങി അതിന്റെ അബവ് കിട്ടായിരുന്നു. ഇപ്പോൾ ഓപ്ഷൻ ബയേഴ്സ് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് എന്നാണോ നമുക്ക് നല്ല പ്രോഫിറ്റ് വരുന്നത് അന്ന് പരമാവധി അത് ഗെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു ഇത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ പിന്നെ ലോസ് വരുമ്പോൾ അതിനെ കവർ ചെയ്തെങ്കിലും പോകണം. അല്ലെങ്കിൽ ഓവറോൾ നമ്മൾ ചില ദിവസങ്ങളിൽ നോക്കുമ്പോൾ അല്ല ചില മന്ത് അല്ലെങ്കിൽ വീക്കിൽ നോക്കുമ്പോൾ നല്ല പോലെ ലോസ് കാണിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഇത് മൂവ്മെന്റിനനുസരിച്ചിട്ട് എന്താ ഉണ്ടാവണേന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇപ്പൊ 1:4 എടുക്കുന്നത്. ഞാൻ ഒന്നും കൂടി ഇനി വരുന്ന ഒരു നല്ല മൂവ് വാച്ചിങ് തന്നെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് SL ഒന്നും കൂടി എടുത്ത് ട്രെയിൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ പ്രോപ്പറായിട്ട് കാണാല് നമ്മൾ പറഞ്ഞ പോലെ 200 EMIയിൽ എത്തി. നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ 1:5ന്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നല്ല പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. 140 വാങ്ങിയിട്ട് 211 നമ്മൾ എക്സിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, 70-75 പോയിന്റ്സിന്റെ അടുത്ത് 70 പോയിന്റ്സിന്റെ എബവ് നമുക്ക് ഇന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ CPR 200 EMIയിൽ ടച്ച് ചെയ്തു, സോണും ടച്ച് ചെയ്തിട്ട് ഇപ്പോൾ റിവേഴ്സിൽ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ പ്ലാൻ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. നമ്മുടെ വ്യൂ കറക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള SL ടാർഗറ്റ് വെച്ചു. കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ഇറങ്ങി. ഇനി എങ്ങോട്ട് പോലും നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഇതുമില്ല. അപ്പൊ നമ്മൾ എന്തായാലും നാളെ ഒരു അടുത്ത ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.